റുവോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്കും ഇപ്പോ അവനെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് ധൈര്യം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഷിയാനെ വിളിച്ച് എനിക്ക് വിശക്കുന്നു, 20 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ് പോകും എന്ന് പറയുമ്പോൾ ഇവനും എങ്കിൽ പിന്നെ ഞാൻ 20 മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങോട്ട് എത്തി എന്ന് പറയുന്നു. പക്ഷെ ഓൾറെഡി ഇവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് എന്ന കാര്യം പറയുന്നില്ല. ഇവൾക്കും ഉള്ളിന്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവളെ വിശ്വസിക്കോ എന്ന കാര്യത്തില്. എന്നിരുന്നാലും അവനോടൊപ്പം ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ ഇവള് പുറത്തേക്ക് വരുമ്പോൾ ഓൾറെഡി തന്നെ ഷിയാൻ അവിടെ ഉണ്ട്. ഇവള് ചിന്തിക്കുന്നത് ഇപ്പൊ വന്നതായിരിക്കും എന്നാണ്. ഇവന്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തില് തുള്ളിച്ചാടി ചെന്ന് നിങ്ങള് മിസ് ഷൂയെ ഡിന്നർ കഴിക്കാനായിട്ട് കൂട്ടാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഷിയാനും അതെ എന്ന് പറയുന്നു. പക്ഷെ ഇവൾ ആ ഒരു വണ്ടിയിൽ തൊട്ട സമയത്ത് അത് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവളിപ്പോ ആ ഒരു വണ്ടിയിൽ തലോടിയ സമയത്ത് അതിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയാൻ ഇപ്പോഴാണോ വന്നത് അതോ നേരത്തെ വന്നായിരുന്നോ എന്ന് ഇവൾക്കൊരു ഡൗട്ട് വരുന്നു. അപ്പോ ഷിയാൻ ഇവളോട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ഈ ഡോർ പോലും എനിക്ക് തനിയെ തുറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷിയാൻ തന്നെ ഇവൾക്ക് വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് ഇവൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് ഉൾപ്പെടെ അവൻ കരുതിയിരുന്നു, അതെടുത്ത് ഇവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പോ അതിന്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇവൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇവൻ ഓൾറെഡി തന്നെ ഈ ഒരു മിൽക്ക് ടീ ഒക്കെ വാങ്ങി വെച്ച് തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. എന്ത് നന്നായിട്ടാണ് ഷിയാൻ എന്നോട് പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ഇവളെ ചിന്തിക്കുന്നത്. ഇവള് വളരെ സന്തോഷത്തിൽ തന്നെ അത് വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം പിറ്റേന്നാണ് കാണുന്നത് ഇന്ന് ഇവർക്ക് ലാസ്റ്റ് ഡേ വർക്കാണ്. ഇനി അവരുടെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുകയാണ്. അത് കഴിഞ്ഞ് മാത്രമേ വർക്കുള്ളൂ. ഇപ്പോ ആ വർഷത്തെ ആ ബോണസും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവള് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പാരന്റ്സിന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങണം എന്നിവള് തീരുമാനിക്കുന്നു. നാളെ തന്നെയാണ് ഇവള് നാട്ടിലേക്ക് പോകുന്നത്. ഷിയാനാണല്ലോ ഇവളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനിൽ. അവന് സമയമില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവളെ മെസ്സേജ് അയക്കുമ്പോ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ നാളെ വന്നോളാം എന്ന് പറഞ്ഞ് ഷിയാൻ ഇവൾക്ക് റിപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം ഷൂയും വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛന് ഒരു വാച്ച് സെലക്ട് ചെയ്യാനായിട്ട് അവൾ ഒരു ഷോപ്പിലേക്ക് കയറുന്നു. അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാച്ച് പാക്ക് ചെയ്തോളാനായിട്ടും പറയുന്നു. എന്നിട്ട് അവൾ അവിടെ മറ്റു വാച്ചുകളുടെ കളക്ഷൻ ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ലക്ഷ്യം അവളുടെ ഫ്രണ്ടും കൂടി ആ ഒരു കടയിലേക്ക് എത്തുന്നു. അവളെ വീണ്ടും കണ്ട് ഷൂയിക്ക് തീരെ പിടിക്കുന്നില്ല, എവിടെ പോയാലും ഇവളുണ്ടല്ലോ. അപ്പോ ഷൂയി ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വാച്ചും കാര്യങ്ങളൊക്കെ നല്ല വിലപിടിപ്പുള്ളതാണ്. ആ ഒരു വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവൾക്ക് സെയിൽസ് ഗേൾ പറഞ്ഞു കൊടുക്കുമ്പോ ഇവളും ആ ഒരു വാച്ച് പാക്ക് ചെയ്തോളാനായിട്ട് പറയുന്നു. ഇപ്പോ ഇവള് ഇവിടെ നിന്ന് രണ്ടാമത്തെ വാച്ചാണല്ലോ വാങ്ങുന്നത്, അതും നല്ല വിലപിടിപ്പുള്ള സാധനം. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവിടുത്തെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ലക്ഷ്യക്ക് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ടിനോട് പറയുന്നത് ഷോയ്ക്ക് പണക്കാരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിൽ പിന്നെ പൈസ ചെലവാക്കുന്നതിന് കയ്യും കണക്കും ഇല്ല എന്നാണ്. ഇവള് വിചാരിക്കുന്നത് ഷോയി ഇവളുടെ മാനേജറിനെ വളച്ചെടുത്തു എന്നാണല്ലോ, ഒരു ഭാര്യയും 2 മക്കളും ഉള്ള മനുഷ്യനെ. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള ആൾക്കാരെ വേണമെങ്കിലും കൊത്തിക്കൊണ്ടുപോകാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും പൈസ മതി എന്ന രീതിയിലൊക്കെ ഷൂയെ കുത്തി സംസാരിക്കുന്നു. ഇവൾ അതെല്ലാം കേൾക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഷിയാനും ഇവൾക്ക് മെസ്സേജ് അയച്ചു നാളെ എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാവിലെ 7 മണിക്ക് നടന്ന് ഇവള് പറയുന്നു. അപ്പോഴേക്കും ഇവള് വാങ്ങിച്ച സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ അതെടുത്തോണ്ട് പോകുന്നതിന് മുന്നേ ലക്ഷിയോട് ഒന്നും പറയാതെ പോയാൽ അങ്ങനെ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതെ, എന്റെ ബോയ് ഫ്രണ്ട് വളരെ റിച്ച് ആണ്, അതുപോലെ തന്നെ നീ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, ശരിയല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഷൂയി പറഞ്ഞതിന് അർത്ഥം ഇവളുടെ അങ്കിള് ഷിയാനാണ്, ഷിയാനെ ഇവളെ റെസ്പെക്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ്. പക്ഷെ ഇവള് ചിന്തിക്കുന്നത് അവളുടെ മാനേജറിനെ പറ്റിയാണ്. ഇവളെ ഒരുപാട് പേടിക്കുന്ന വ്യക്തി അയാളാണല്ലോ. അതിനുശേഷം യുവിനെ കാണാൻ വേണ്ടി അവന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ അവനാണെങ്കിൽ പുറത്ത് ഒരു പൂച്ചയും കൊണ്ട് ഇരിക്കുന്നത് കണ്ട് ഇവളെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇവളോട് ഇവിടെ നീ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുന്നു. ഇന്ന് ഇവർക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോ ഇവളും നിങ്ങള് നാട്ടിലേക്ക് പോവല്ലേ, അതിനു മുന്നേ ഒരു യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോ അതിനു വേണ്ടി മാത്രം വന്നതാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനോട് അതിന് മറുപടി പറയുന്നില്ല. ഇവള് ശരിക്കും ഇവനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. പക്ഷെ അത് പറയാതെ ഇവൾ ആ ഒരു പൂച്ചക്കുട്ടിയെ എടുത്ത് കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അത് ഇവളുടെ കയ്യിൽ മാന്തി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വാക്സിൻ എടുക്കാൻ പോവേണ്ടതുണ്ടല്ലോ. യു തന്നെയാണ് ഇവളെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. യുവിനോടൊപ്പം കുറച്ച് അധിക സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് കൊണ്ട് തന്നെ പൂച്ച മാന്തിയാലും കുഴപ്പമില്ല, ഇവള് നല്ല ഹാപ്പിയാണ്. അപ്പൊ ഇവിടെ ഷിന്നും ലഷിയും ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ലഷി ഇവനോട് എന്റെ ഗേൾ ഫ്രണ്ട് ഒരു വലിയ സംഭവം തന്നെയാ, അവൾക്കൊരു റിച്ച് ബോയ് ഫ്രണ്ട് ഉള്ളത് കൊണ്ട് പൈസ എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം, ഞാൻ അവൾക്ക് ഓൾറെഡി തന്നെ ഒരു വാർണിംഗ് കൊടുത്തതാ,
ആ മാനേജറിന്റെ വൈഫ് എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കഥ കഴിഞ്ഞു എന്ന് പറയുമ്പോ ഇവന് അറിയാലോ ഇവളുടെ അങ്കിളിനെയാണ് ഷോയി ഡേറ്റ് ചെയ്യുന്നത് എന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവൻ ആ ഒരു കാര്യം ഇവളോട് പറയുന്നില്ല. നീ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്, അവള് അങ്ങനത്തെ വ്യക്തിയൊന്നും അല്ല, അയാളുമായിട്ട് അവൾക്കൊരു ബന്ധമില്ല എന്ന് പറയുമ്പോ ഇവള് അപ്പൊ പിന്നെ ഞാനെന്താ കള്ളം പറയുന്നതാണോ, നീ ഇപ്പോഴും അവളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്തതാണ്, നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് നിന്റെ അങ്കിളിനോട് റിപ്പോർട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോ ഇവള് ആ കാര്യത്തിനൊന്നും പോയി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റില്ല, അദ്ദേഹം ഭയങ്കര ബിസിയാണ് എന്ന് പറഞ്ഞ് ഇവള് നൈസിന് ആ ഒരു വിഷയം മാറ്റുന്നു. അപ്പോ ഷിയോന് ഇപ്പോ വാക്സിൻ എടുത്തിട്ട് ബാക്കിയുള്ള വാക്സിൻ ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നു. അപ്പോ ഇവള് ആ ഒരു ബാക്കി വാക്സിൻ എടുക്കാൻ തന്റെ കൂടെ വരാമോ എന്ന് യുവിനോട് ചോദിക്കുമ്പോ സോറി ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവളും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് എന്നെ അത് ഓർമ്മപ്പെടുത്താനെങ്കിലും മെസ്സേജ് അയക്കോ എന്ന് ചോദിക്കുമ്പോ ഇവനൊന്ന് ആലോചിച്ചിട്ട് ശരി ഞാൻ തന്നെ ഓർമ്മപ്പെടുത്താം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിലും ഇവൻ ആ ഒരു മെസ്സേജ് അയക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവള ആ ഒരു കാര്യം പറയുന്നത്. അവനും നോ പറയാത്തതിന് കാരണം ഇവന്റെ പൂച്ചയാണല്ലോ മാന്തിയത്, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത് ഇപ്പോ ഷിയാൻ അതിരാവിലെ തന്നെ ഷോയെ പിക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് സമയം ഇവൾ ഇറങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ എത്തിയിരിക്കുകയാണ്. ഇവൾക്ക് അതൊക്കെ കാണുമ്പോൾ ചെറിയ വിഷമാവുന്നുണ്ട്. ഇവൻ ഇപ്പൊ വരണമെങ്കിൽ എത്ര നേരത്തെ ഇതിനു മുന്നേ എഴുന്നേറ്റിട്ടുണ്ടാവും എന്നാണ് ഇവൾ ആലോചിക്കുന്നത്. അതിനുശേഷം ഷിയാൻ തന്നെ ഇവളെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇവള് വളരെ ശോകത്തിലാണ്, കാരണം ഇവർക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് പരസ്പരം കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ഷിയാനും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടുന്നു. അവനും നല്ല സങ്കടമുണ്ട്. ഇവൾക്കും ഇവൻ തന്റെ കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ കാണാനെങ്കിലും വരാനൊന്ന് പറഞ്ഞൂടായിരുന്നോ, പുള്ളിക്കാരനും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവള് ഇവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ ഇവളെ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കി അവർക്കത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോഴേക്കും ഷിയാനും മെസ്സേജ് അയച്ചു നീ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോ ഇവളും വീട്ടിലെത്തി എന്ന് പറയുന്നു. പക്ഷേ ഇവരിപ്പോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഷിയാൻ അവന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗുവാനും നേരെ റുവോയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവൻ അവളെ കോൾ ചെയ്ത് നോക്കുന്നു, പക്ഷെ അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ ഒരുപാട് സമയമായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് പുറത്തു നിൽക്കാണ്, അവളെ ഇറങ്ങി വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു കൊളീഗിനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നു. ഇവൻ ഒരുപാട് മെസ്സേജ് അവൾക്ക് അയച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു റിപ്ലൈ ഇല്ല. പക്ഷെ റുവോ എല്ലാ മെസ്സേജുകളും കാണുന്നുണ്ട്. ഗുവാൻ ഇപ്പോഴും ഇവളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. മാത്രമല്ല അവൻ തനിക്കൊരു പ്രയോറിറ്റി തരുന്നില്ല എന്നുമാണ് ഇവള് ഇപ്പോഴും വിചാരിക്കുന്നത്. ഇവള് ചിന്തിക്കുന്ന രീതിയിൽ അവനും നിൽക്കുന്നില്ലല്ലോ, സോ അതിന്റേതായ പ്രശ്നങ്ങളാണ് ഇവർക്കിടയിലുള്ളത്. പക്ഷെ ഗുവാൻ അവളെ അങ്ങനെ വിട്ട് കളയുന്നില്ല. ഗുവാൻ ഇപ്പൊ അവളുടെ നാട്ടിലേക്ക് അവള് താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവളുടെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഏതോ ഫ്രണ്ട് വഴി മനസ്സിലാക്കിയിട്ട് ഇവൻ അങ്ങോട്ട് എത്തി ഒരുപാട് സമയം അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ റുവോയെ കാണാൻ ഇവനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ പിറ്റേന്നും അതിരാവിലെ തന്നെ ഇവളെ കാത്തുകെട്ടി ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോ റുവോയെ പെട്ടെന്ന് അവിടെ കണ്ട് ഇവൻ വളരെ സന്തോഷത്തിൽ അവളോട് സംസാരിക്കാനായിട്ട് ചെല്ലാൻ തുടങ്ങുന്നു. പക്ഷെ അവളപ്പോ മറ്റൊരു പയ്യനോടൊപ്പം കയറി പോകുന്നതാണ് ഇവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. അവര് രണ്ടുപേരും ആണെങ്കിൽ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്. അത് കേട്ട് ഇവൻ നല്ല ഷോക്കാവുന്നു. അതിനുശേഷം റുവോയും കൂടെയുള്ള ആ ഒരു പയ്യനും വെഡിങ് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഇപ്പോ എത്തിയിരിക്കുന്നത്. അപ്പോ ഷൂയി റുവോയെ വിളിച്ചിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, എന്താ ഇവ പരിപാടി, എവിടെയാ എന്നൊക്കെ അന്വേഷിക്കുമ്പോ ഇവള് എത്തിയിരിക്കുന്നത് ഇവളുടെ കസിന്റെ മാരേജ് കൂടാൻ വേണ്ടിയിട്ടാണ്. കസിനാണ് കൂടെ ഉള്ളതും. സോ അതിന്റെ വെഡിങ് പ്രിപ്പറേഷനിലാണ് എന്ന് ഇവളെ പറയുമ്പോൾ ഷൂയും അവൻ നിന്നെ കാട്ടിലും 2 വയസ്സിന് ഇളയതല്ലേ, കണ്ട് പഠിക്കടി, ചെക്കന്മാരൊക്കെ കെട്ടി പോവാ, നീ ഇപ്പോഴും ഇങ്ങനെ നടന്നോ എന്ന് പറയുമ്പോ ഇവള് നീയോ അത്ര ഭേദമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഷൂയി അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് പറയാനെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് എങ്കിൽ പിന്നെ നീ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഷൂയിയും നീ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഞാനും വിവാഹം കഴിക്കൂ എന്ന് പറയുന്നു. സോ അങ്ങനെ അവര് കാഷ്വൽ ആയിട്ട് സംസാരിച്ചു വെക്കുന്നു. അപ്പോ ഇവിടെ ഒരാള് വാക്സിൻ എടുക്കാൻ ഓർമ്മിപ്പിക്കാം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മെസ്സേജ് കാത്തിരിക്കാണ്. ഇപ്പോ ഇവന്റെ പാരന്റ്സിനോടൊപ്പമാണ് ഉള്ളത്. ഇവൻ ഓൾറെഡി തന്നെ അവളുടെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു കാര്യത്തെ പറ്റി ഓർത്തിട്ട് ഷിയുവിന് മെസ്സേജ് അയക്കുന്നു. വാക്സിൻ എടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരു കാര്യം ഓർത്തിരുന്ന് മെസ്സേജ് അയച്ചു എന്ന് വിചാരിച്ച് ഇവൾക്കും വളരെ സന്തോഷാവുകയാണ്. അപ്പോ ഇവള് ഇല്ല ഞാൻ ഒറ്റയ്ക്കൊന്നും പോകുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ, നിങ്ങൾ വന്നിട്ട് ഞാൻ പോവൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ച് മെസ്സേജ് അയക്കുമ്പോ ഇവളെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ അവളെ അവോയ്ഡ് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടി പോയോ എന്ന് ചിന്തിക്കുമ്പോ ഇവനും റിപ്ലൈ കൊടുക്കാതിരിക്കാനാവുന്നില്ല. ശരി നീ എന്തായാലും ഇന്ന് പോയി എടുക്ക, ബാക്കി ഞാൻ വന്നിട്ട് പോയി എടുക്കാം
കൊള്ളാം എന്നൊരു റിപ്ലൈ കൊടുക്കുമ്പോൾ ഇവൾക്ക് വളരെ സന്തോഷമാവുകയാണ്. അതിനുശേഷം റുവോ തിരിച്ച് അവളുടെ റൂമിൽ എത്തുന്ന സമയത്ത് അവിടെ ഗുവാൻ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവനെ കണ്ട് ഇവള് നിങ്ങൾ എന്താ ഇവിടെ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുവാൻ നീ എന്റെ കോളിന് റിപ്ലൈ ഇല്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ കാണാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഇവള് അത് ഞാൻ കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ടാണെന്ന് പറയുന്നു. ഇവൻ എന്ത് ബിസിയാണ് എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇവള് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോ ഇവൻ നീ എന്നെ അവോയ്ഡ് ചെയ്യില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നതല്ലേ, പിന്നെന്തിനാ ഈ അവോയ്ഡിങ് കാണിക്കുന്നത് ചോദിക്കുമ്പോ ഞാനിപ്പോ എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുത്തതാ, ഫെസ്റ്റിവലൊക്കെ വരാൻ പോവല്ലേ, അതുകൊണ്ട് നാട്ടിലേക്ക് വന്നു, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമയം ഒരുപാടായില്ലേ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇവള് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ഇവൻ റോബോയെ തടഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, അത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളൊന്ന് ഷോക്കായി. എങ്കിലും അതെനിക്കറിയാം, നമ്മൾ തമ്മിൽ കണ്ട നാള് തൊട്ട് എല്ലാ ദിവസവും മീറ്റ് ചെയ്യാറുണ്ട്, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ പരസ്പരം ശല്യം ചെയ്യാറില്ലായിരുന്നു. ആ ഒരു രീതിയിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോ പറയുന്ന ഈ ഒരു ഇഷ്ടം അത് ഞാൻ അവോയ്ഡ് ചെയ്തത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ നിൽക്കാത്തത് കൊണ്ട് എന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും എന്നെ ഇനി ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത്, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞിട്ട് അവള് അകത്തേക്ക് കയറി പോകുന്നു. പക്ഷേ അവള് പറഞ്ഞ രീതിയിലൊന്നും അല്ല ഗുവാൻ അവളെ കാണുന്നത്. ഇവളെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് അവൻ. പക്ഷെ ഇവൻ അതൊന്നും പറയാനേ സാധിക്കുന്നില്ല. എന്നാൽ അതൊക്കെ തന്നെയാണ് റുവോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇവനൊന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടി. ഇവളെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ ഇവനത് നല്ല ഫീൽ ആവുന്നുണ്ട്. അപ്പോ ഇവിടെ ഷോയി ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അമ്മ നീ വീട്ടിൽ വന്നിട്ടും ഫോണും പിടിച്ചോണ്ടിരിക്കുകയാണോ, എന്നിട്ട് നീ ഒരു പയ്യനെ പോലെ ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവളുടെ ലീഡറിന് ന്യൂ ഇയർ വിഷ് അയക്കുകയാണ് എന്ന് പറയുന്നു. സത്യത്തിൽ ഇവള് ഷിയാനോടൊപ്പം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അമ്മ എങ്കിൽ പിന്നെ നീ യുവിന് കൂടി മെസ്സേജ് അയച്ചേക്ക എന്ന് പറയുമ്പോ ഇവള് ഞാൻ ഓൾറെഡി തന്നെ അയച്ചല്ലോ അമ്മേ, ഒരു നല്ല പെണ്ണിനെ കിട്ടട്ടെ, നല്ല കരിയർ ഉണ്ടാവട്ടെ, നല്ല ഹെൽത്ത് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഇപ്പോഴും ആ ഒരു കാര്യത്തില് താല്പര്യം വിട്ട് മാറിയിട്ടില്ല യുവിനെ കൊണ്ട് ഇവളെ കെട്ടിക്കാനായിട്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഷിയാൻ ഇവളെ കോള് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് അകത്തേക്ക് കയറി ഓടുന്നു. അമ്മയ്ക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ അപ്പോ വരുന്നുണ്ട്. ഇവര് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവളെ അങ്ങോട്ട് മിസ് യു പറയുന്നതിന് മുന്നേ തന്നെ ഷിയാൻ ഇങ്ങോട്ട് മിസ് യു പറയുന്നു. അപ്പൊ ഇവളും എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറയുമ്പോ ഇവൻ നമുക്ക് കാണാം, എത്രയും പെട്ടെന്ന് തന്നെ കാണാം എന്ന് പറയുന്നു. പക്ഷെ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് ഇവളെ തിരിച്ചു പോവാനായിട്ട്. അപ്പോഴേക്കും ഇവളുടെ അമ്മ ഇവളെ ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവള് ഫോൺ വെക്കുന്നു. അപ്പോ ഷിയാന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അതായത് ഷിയുവിന്റെ ഫാദർ. ഇവിടെ എല്ലാരും ഇവരുടെ ആ ഒരു ന്യൂ ഇയർ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റുവോയും അവളുടെ കസിൻസിന്റെ കൂടെയൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവള് വലിയ ഹാപ്പി ഒന്നും അല്ല. അങ്ങനെ ഷോയും ഇവരുടെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് TV ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷിയാൻ ഇവളെ വീഡിയോ കോള് വിളിക്കുന്നു. ഇവളും ഇവരുടെ കണ്ണ് വെട്ടിച്ച് കോൾ എടുക്കാനായിട്ട് അകത്തേക്ക് കയറി ഓടുന്നു. വീണ്ടും ഇവള് നോട്ടപ്പുള്ളി ആവുന്നു. അത് കണ്ട് അമ്മ അച്ഛനോട് ഇവളെ ഈ രാത്രിയൊക്കെ അത്രയും സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവൾക്കത് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കോ എന്നാണ് ഇവരെ പരസ്പരം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരത് ചെക്ക് ചെയ്യാനായിട്ട് ഇവളുടെ റൂമിന്റെ പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോ ഷിയാൻ ഇവളെ വിളിച്ച് ഇനി ബാക്കി ദിവസങ്ങളിലൊക്കെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് സീനിയറിന്റെ മാരേജ് ഉണ്ടല്ലോ, സോ അതിന് പോകാനുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഷിയാൻ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ബന്ധമാണോ, സീനിയർ എന്നൊക്കെയാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ എന്ത് പറ്റി, നിങ്ങൾക്കാരും നിങ്ങളെ സീനിയർ എന്ന് വിളിക്കാനില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ തന്നെ പുറത്ത് ഇവര് രണ്ടുപേരും കേട്ടുകൊണ്ട് നിൽക്കാണ്. പക്ഷെ അതത്ര ക്ലിയർ ഒന്നുമല്ല. എങ്കിലും അവളെ സംസാരിക്കുന്ന ടോൺ വളരെ കൊഞ്ചി ആയതുകൊണ്ട് തന്നെ അതത്ര പന്തിയായിട്ട് ഇവർക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോ അച്ഛൻ അവരെ കൂടുതൽ സമയം അവിടെ നിർത്താതെ വാ നമുക്ക് പോവാം, എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ, അത് മതി എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോ ഷിയാനും ഇവളോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് പറയുമ്പോ ഇവളും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഹാപ്പിയായി ഫോൺ വെക്കുന്നു. അപ്പൊ ഇവൾക്ക് ഇനി ആ ഒരു കല്യാണത്തിന് പോണമല്ലോ, എന്തായാലും അങ്ങോട്ട് ലക്ഷി വരും. സോ അവളെക്കാളും ബെസ്റ്റ് ആയിട്ട് ആയിരിക്കണം താൻ അവിടെ ചെല്ലുന്നത് എന്നിവള് തീരുമാനിക്കുന്നു. അതിനുശേഷം ഷിയാൻ അകത്തേക്ക് തിരിച്ചു വരുമ്പോ ഷിയു ഇവനോട് ആരാ അങ്കിൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവന് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. അപ്പൊ ഇവള് ഫ്രണ്ട് എന്തായാലും നിങ്ങളെ വീഡിയോ കോൾ വിളിക്കാൻ പോകുന്നില്ല, 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കാനും പോകുന്നില്ല, അപ്പോ വെറും ഫ്രണ്ട് അല്ല എന്ന് ഇവള് പറയുമ്പോ ഷിയാനും അതെ വെറും ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ഇവരെല്ലാരും അത് കേട്ട് ഷോക്കായി. അത് ആരാ എന്ന് ചോദിക്കുമ്പോ ഗുവാന്റെ ഫാദർ എനിക്കറിയാം ആരാണെന്ന് എന്ന് പറയുമ്പോ എല്ലാവരും ഇദ്ദേഹത്തിനോട് അത് ആരാണ് എന്ന് ചോദിക്കുന്നു. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ കാര്യം ഷിയാൻ തന്നെ പറയും എന്ന് പറയുന്നു. അപ്പോ ഷിയും ഇവനോട് പാറ അങ്കിൾ എന്ന് പറഞ്ഞ് ഇവനെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങുന്നു.
അപ്പോ ഷിയാൻ പുള്ളിക്കാരിക്ക് ഇതുവരെ അത് പബ്ലിക് ആക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കെന്തായാലും ചോദിച്ചേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്നു. അപ്പൊ ഗുവാൻ ഫോൺ എടുത്ത് എങ്കിൽ പിന്നെ വിളിച്ച് അനുവാദം ചോദിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഷിയാൻ ചില ചോദ്യങ്ങള് നേരിട്ട് തന്നെ ചോദിക്കേണ്ടതാണ്, അതിങ്ങനെ ചോദിച്ചാല് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും ചെറിയ കൺഫ്യൂഷൻ ആവുന്നു. ഇവര് രണ്ടുപേരും പരസ്പരം നേരിട്ട് ഇവർ പ്രതീക്ഷിക്കുന്ന ഉത്തരം അവരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഷിയോ യുവിനെ ഇനി എന്നാ തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ അവൻ ഇവൾക്ക് റിപ്ലൈ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവളും ചില ചോദ്യങ്ങള് എന്തായാലും അവരോട് നേരിട്ട് തന്നെ ചോദിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്നു. അപ്പോ ഇവന്റെ പാരന്റ്സിനോടൊപ്പമാണ് ഇപ്പോ സമയം ചെലവിടുന്നത്. അപ്പോ അച്ഛൻ ഇവനോട് നിന്റെ അമ്മയ്ക്ക് നിന്റെ കാര്യത്തില് നല്ല ടെൻഷനുണ്ട്, പക്ഷെ അതിനർത്ഥം നീ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഇവനും എനിക്ക് മനസ്സിലായി അച്ഛാ എന്ന് പറയുന്നു. ഇവന് ഇതുവരെയും ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലല്ലോ, സോ ആ ഒരു രീതിയില്. അതിനുശേഷം ഷിയാന് ഷോയി നാളെ വെഡിങ്ങിന് ഇടാൻ പോകുന്ന ഡ്രസ്സിന്റെ ഫോട്ടോ അയച്ച ഇതിലേതാണ് ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇതിലിപ്പോ ചോദിക്കാൻ എന്താണ് എന്ന അർത്ഥത്തിൽ ഇവനൊരു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങോട്ട് അയക്കുന്നു. അപ്പോ ഇവള് എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഷിയാന് അതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. ഇനി അതാരാണാവോ എന്ന് ചിന്തിച്ച് ഇവളെ കൂടെ പഠിച്ചവരെയൊക്കെ കാണാനായിട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ഫാമിലിയോട് ഞാൻ കുറച്ചു ദിവസത്തേക്ക് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഷിയും എനിക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇവളുടെ അച്ഛൻ നീ എങ്ങോട്ട് പോവാ, അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്, അമ്മയോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോ ഇവള് പെട്ട അവസ്ഥയിലാവുന്നു. ഇവളുടെ ആ ഒരു വിഷമിച്ച ഫേസ് കാണുമ്പോ അമ്മ ശരി ശരി നീ പൊക്കോളാനായിട്ട് പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇപ്പൊ ഷോയി ആ ഒരു വിവാഹത്തിന് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അമ്മ വന്ന് ഇവളോട് കുറെ നേരം ആയാലോടി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്, നീ അല്ല ഇന്നത്തെ ബ്രൈഡ് എന്ന് പറയുമ്പോ ഇവള് അതെനിക്ക് അറിയാമേ എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിടുന്നു. ഇവളെ ഒട്ടും പിന്നിലോട്ടല്ല, ഷിനിനോടൊപ്പം ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ച് ഇവളെ വിഷമിച്ചിരിക്കുകയല്ല എന്നൊക്കെ മറ്റുള്ളവരെ അറിയിക്കണമല്ലോ. സോ അതിനുവേണ്ടി തന്നെ അവള് നന്നായിട്ട് ഒരുങ്ങുന്നു. എന്നിട്ട് ഇവളിപ്പോ ആ ഒരു വെഡിങ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ തന്നെ പോയി സീനിയറോട് വെഡിങ് വിഷും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ഇവൾക്ക് വേണ്ടി സീനിയർ പ്രത്യേകം സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൊന്നും പോയിരിക്കണ്ട, ഇവൾക്ക് അത് ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് പുള്ളി ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന്റെ കൂടെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞ് ഇവളെ വിടുന്നത്. ഇവളും അങ്ങനെ തന്നെയാണ് ഇരിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് വന്ന ഇവളോട് നീ ഇങ്ങ് വന്നേ ഞങ്ങളുടെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവര് ബ്രേക്കപ്പ് ആയത് അറിയാതെ അല്ല നിന്റെ ബോയ് ഫ്രണ്ട് വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഷിനിനെ പറ്റി. അപ്പൊ ഇവളെ ഒരു മടിയും കൂടാതെ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പെണ്ണ് ഞാൻ വിചാരിച്ചത് നീ ഇങ്ങോട്ട് വരില്ലെന്നാ എന്ന് പറയുമ്പോ ഷൂയി ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരാതിരിക്കണം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് അല്ല നിനക്ക് വന്നപ്പോ എങ്കിൽ പിന്നെ നിന്റെ ബോയ് ഫ്രണ്ടിനെ കൂടെ കൂട്ടാമായിരുന്നു, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് ഇവളൊന്ന് ആലോചിക്കുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.